ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 690 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം വിശുദ്ധ മത്തായി 9 അധ്യായം 13 തിരുവചനമാണ്. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്തെന്ന് പോയി പഠിപ്പിൻ. ദയയും കരുണയും വറ്റിയ ഒരു സമൂഹത്തിലാണോ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ആ സമൂഹത്തിൽ ദയയുടെ പ്രതീകമായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവ് പറയുന്നു, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത് എന്ന്. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഈസ് ബെറ്റർ ദാൻ പ്രേയിങ് ഹാൻഡ്സ്. പ്രാർത്ഥിക്കുന്ന കരങ്ങളെക്കാളും പ്രവർത്തിക്കുന്ന കരങ്ങളാണ് നല്ലതെന്ന് ഏറ്റവും കൂടുതലായി പ്രാർത്ഥിക്കുകയും കൂടുതലായി പ്രവർത്തിക്കുകയും ചെയ്ത മദർ പറയുകയാണ്. നമ്മുടെ സമൂഹത്തിലും സഭയിലും ഒരിറ്റു കരുണയ്ക്കായി കാത്തിരിക്കുന്ന അനേകരുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടെത്തുവാനും അവർക്ക് കരുണയുടെ സാന്ത്വന സ്പർശമായി മാറുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സംതൃപ്തിയോടെയും ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ മഹാകാരുണ്യവാനായ ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് മറ്റുള്ളവരോട് കരുണ ചെയ്യുവാനായിട്ട് സാധിക്കണം. കരുണ കാണിക്കാത്തവന് ന്യായവിധിയിൽ കരുണ ലഭിക്കില്ല എന്നുള്ള സത്യം തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും കരുണയുള്ളവരായി മാറുവാൻ പ്രയത്നിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.